നമസ്കാരം, ദിൽഥിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയ്ക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തെ ജിസി ശക്തമായി അപലപിച്ച വാർത്തയാണ് ഇന്നത്തെ പ്രധാന വാർത്ത. ഉക്രൈനിലെ സംഘർഷവും ഇറാനുമായി ബന്ധപ്പെട്ട യുദ്ധവും തമ്മിലുള്ള ബന്ധം മേഖലയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്ക് എങ്ങനെ കാരണമാകുന്നുവെന്ന് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നു. സുരക്ഷാ ആശങ്കകളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സൗദി അറേബ്യയ്ക്ക് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തെ ഗൾഫ് സഹകരണ കൗൺസിൽ ജിസി സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽ ബുദൈവി ശക്തമായി അപലപിച്ചു. ഇറാഖിന്റെ മണ്ണിൽ നിന്നാണ് ഡ്രോണുകൾ വിക്ഷേപിച്ചതെന്ന് ഖത്തർ വാർത്താ ഏജൻസിയായ ക്യുഎൻഎ റിപ്പോർട്ട് ചെയ്യുന്നു. മേഖലയിലെ സുരക്ഷാ സ്ഥിതിഗതികളെ ബാധിക്കുന്ന ഗൗരവകരമായ സംഭവമാണിതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ ആക്രമണങ്ങൾ മേഖലയിലെ സമാധാനാന്തരീക്ഷത്തെ തകർക്കുന്ന അപകടകരമായ നീക്കമാണെന്ന് അൽ ബുദൈവി പ്രസ്താവനയിൽ വ്യക്തമാക്കി. അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണിതെന്നും സൗദി അറേബ്യയുടെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും നേരെയുള്ള ഭീഷണിയാണെന്നും അദ്ദേഹം പറഞ്ഞു. മേഖലയിൽ കൂടുതൽ അസ്ഥിരത ഒഴിവാക്കാൻ എല്ലാ കക്ഷികളും സംയമനം പാലിക്കണമെന്നും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്നും ജിസി സെക്രട്ടറി ജനറൽ ആവശ്യപ്പെട്ടു. അയൽരാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താനും സുരക്ഷ ഉറപ്പാക്കാനും ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. സാഹചര്യം അധികൃതർ നിരീക്ഷിച്ചുവരികയാണ്. ഇത്തരം ശത്രുതാപരമായ നടപടികൾ അംഗീകരിക്കാനാവില്ലെന്നും മേഖലയിലെ സമാധാനത്തിനും സഹകരണത്തിനുമുള്ള ശ്രമങ്ങൾക്ക് ഇത് തടസ്സമാണെന്നും ജിസി വ്യക്തമാക്കി. സൗദി അറേബ്യയുടെ അതിർത്തികളും പൗരന്മാരുടെ സുരക്ഷയും ഉറപ്പാക്കാൻ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും ജിസി പൂർണ്ണ പിന്തുണ നൽകുമെന്ന് കൗൺസിൽ ആവർത്തിച്ചു വ്യക്തമാക്കി. വേണ്ടി സൗദി അറേബ്യയിൽ വേനൽക്കാലത്തിന്റെ അവസാന മാസമായ ഓഗസ്റ്റിൽ പതിവിലും ഉയർന്ന ചൂട് അനുഭവപ്പെടുമെന്ന് മുന്നറിയിപ്പ്. സൗദി ഗസറ്റിന്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ മിക്ക പ്രദേശങ്ങളിലും താപനില ശരാശരിയേക്കാൾ ഉയർന്നുതന്നെ നിൽക്കുമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം ദംഗ് അറിയിച്ചു. ഈ ഉയർന്ന താപനില ഓഗസ്റ്റ് മാസം മുഴുവൻ തുടരുമെന്ന് NCM വക്താവ് ഹുസൈൻ അൽ ഖത്താനി സ്ഥിരീകരിച്ചു. ചൂടിനു പുറമെ ജിസാൻ, അൽബാഹ, തബൂക്ക്, മദീന, മക്ക, അസീർ, നറ്റാൻ, കിഴക്കൻ പ്രവിശ്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മഴ ലഭ്യത ശരാശരിയേക്കാൾ കുറവായിരിക്കുമെന്നും കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കുന്നു. മറ്റ് പ്രദേശങ്ങളിൽ സാധാരണ നിലയിലുള്ള മഴ ലഭിക്കുമെങ്കിലും മൊത്തത്തിൽ വരണ്ട കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക. കൂടാതെ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കാറ്റിന്റെ വേഗത സാധാരണയേക്കാൾ കൂടുതലായിരിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് തുറസ്സായ സ്ഥലങ്ങളിൽ പൊടിക്കാറ്റിനും മണൽക്കാറ്റിനും കാരണമാകുമെന്നും അതുവഴി കാഴ്ചാമങ്ങലിനും വായുവിന്റെ ഗുണനിലവാരം കുറയാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഔദ്യോഗിക കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കൃത്യമായി ശ്രദ്ധിക്കണമെന്നും ചൂടിൽ നിന്നും മറ്റ് പാരിസ്ഥിതിക അപകടങ്ങളിൽ നിന്നും സുരക്ഷ ഉറപ്പാക്കണമെന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം നിർദ്ദേശിച്ചു. സ്ഥിതിഗതികൾ അധികൃതർ തുടർച്ചയായി നിരീക്ഷിച്ചുവരികയാണെന്നും അപ്പപ്പോൾ വിവരങ്ങൾ ലഭ്യമാക്കുമെന്നും ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യും. ഇസ്ലാം മതം സ്വീകരിക്കുന്നവർക്കായി സൗദി അറേബ്യ പുതിയ ഡിജിറ്റൽ സേവനം ഔദ്യോഗികമായി ആരംഭിച്ചു. ഇസ്ലാമിക കാര്യ മന്ത്രാലയത്തിന് കീഴിൽ രജിസ്ട്രേഷൻ നടപടികൾ കൂടുതൽ ലളിതമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പുതിയ സംവിധാനം. സൗദി ഗസറ്റിന്റെ റിപ്പോർട്ട് പ്രകാരം ഞായറാഴ്ച മന്ത്രാലയ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി ഷൈഖ് ഡോ. അബ്ദുല്ലത്തീഫ് അൽ ആലുഷൈഖാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. രാജ്യത്തിന്റെ ഡിജിറ്റൽ ഭരണകൂടം എന്ന ലക്ഷ്യത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണിത്. ഇനി മുതൽ ഇസ്ലാം മതം സ്വീകരിക്കുന്നവർക്ക് അപേക്ഷ സമർപ്പിക്കുന്നത് മുതൽ അംഗീകാരം ലഭിക്കുന്നത് വരെ പൂർണ്ണമായും ഓൺലൈനായി നിർവഹിക്കാം. അംഗീകാരം ലഭിച്ചുകഴിഞ്ഞാൽ ഡിജിറ്റൽ കാർഡ് തവക്കൽന ആപ്പുമായി നേരിട്ട് ബന്ധിപ്പിക്കപ്പെടും. സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റിയുടെ സഹായത്തോടെയാണ് ഇതിന്റെ പരിശോധനയും സാധൂകരണവും നടക്കുക. ഉപയോക്താക്കൾക്ക് സൗകര്യപ്രദമാകുന്നതിനൊപ്പം കൃത്യമായ വിവരശേഖരണത്തിനും ഈ പദ്ധതി സഹായിക്കും. ഭാവിയിലെ ആസൂത്രണങ്ങൾക്കും തീരുമാനങ്ങൾക്കും ഈ കണക്കുകൾ മന്ത്രാലയത്തിന് മുതൽക്കൂട്ടാകും. ഓരോ ഡിജിറ്റൽ കാർഡിലും പ്രത്യേക QR കോഡ് ഉണ്ടായിരിക്കും. ഇത് ഉപയോഗിച്ച് അധികൃതർക്ക് രേഖയുടെ ആധികാരിക തൽക്ഷണം പരിശോധിക്കാൻ സാധിക്കും. മാനുവൽ രീതിയിൽ നിന്ന് ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുന്നതോടെ സർട്ടിഫിക്കേഷൻ പ്രക്രിയ കൂടുതൽ സുരക്ഷിതവും കാര്യക്ഷമവുമാകും. മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ പരിവർത്തന ശ്രമങ്ങളിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഈ പദ്ധതിയെന്ന് ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യും. യുടെ പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള പരിശീലന കേന്ദ്രത്തിൽ ഇസ്രായേൽ സേന നടത്തിയ റെയ്ഡിനെതിരെ അറബ് ലീഗ് ജനറൽ സെക്രട്ടേറിയറ്റ് ഔദ്യോഗികമായി അപലപിച്ചു. അൽ ജസീദ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം കലാൻഡിയ ട്രെയിനിംഗ് സെന്ററിലാണ് സംഭവം നടന്നത്. മേഖലയിൽ UN അനുബന്ധ കേന്ദ്രങ്ങളെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്ന സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നതിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. ഈ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഏജൻസിയുടെ മാനുഷിക ദൗത്യത്തോടുള്ള വെല്ലുവിളിയാണെന്നും അറബ് ലീഗ് വ്യക്തമാക്കി.
പലസ്തീൻ അഭയാർത്ഥികൾക്ക് വിദ്യാഭ്യാസവും തൊഴിലധിഷ്ഠിത പരിശീലനവും നൽകുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന സ്ഥാപനമാണ് ഇത്. ഈ കേന്ദ്രത്തിന് നേരെയുണ്ടായ കടന്നുകയറ്റം പ്രാദേശിക തലത്തിൽ വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. മേഖലയിൽ നിലനിൽക്കുന്ന അസ്ഥിരതയ്ക്കിടയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. UN കേന്ദ്രങ്ങളുടെ സുരക്ഷയെക്കുറിച്ചും പ്രവർത്തന സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അന്താരാഷ്ട്ര നിരീക്ഷകർ ആശങ്ക പ്രകടിപ്പിച്ചു. കലാൻഡിയിലെ റെയ്ഡിനെക്കുറിച്ച് ഇസ്രായേൽ സൈന്യം കൃത്യമായ വിശദീകരണം നൽകിയിട്ടില്ല. അതേസമയം ഇത്തരം നടപടികൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് അറബ് ലീഗ് ആവശ്യപ്പെട്ടു. അഭയാർത്ഥികൾക്ക് അവശ്യസേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് UN കേന്ദ്രങ്ങളുടെ സുരക്ഷ അത്യന്താപേക്ഷിതമാണെന്ന് അവർ ഊന്നിപ്പറഞ്ഞു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഭാവിയിലെ മാനുഷിക സഹായങ്ങൾ തടസ്സപ്പെടാതിരിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ടെഡ്രതിനു വേണ്ടി റിപ്പോർട്ട്. യൂറോപ്പിലുടനീളം കാട്ടുതീ രൂക്ഷമാകുന്നു. ബോർഡോയ്ക്ക് സമീപം 4 ദിവസത്തിനുള്ളിൽ 162 ചതുരശ്ര മൈലിലധികം വനഭൂമിയാണ് അഗ്നിക്കിരയായത്. ഈ സീസണിൽ ഇത്രയും വലിയൊരു നാശനഷ്ടം മുൻപെങ്ങും ഉണ്ടായിട്ടില്ലെന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നു. അതിവേഗം പടരുന്ന തീ അണയ്ക്കാൻ അഗ്നിശമന സേന കഠിനമായി പരിശ്രമിക്കുകയാണ്. സമാനമായ സാഹചര്യം സ്പെയിനിലും നിലനിൽക്കുന്നു. മാഡ്രിഡ് മേഖലയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ കാട്ടുതീയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യൂറോപ്പിലുടനീളം തുടരുന്ന കടുത്ത ഉഷ്ണതരംഗവും വരൾച്ചയുമാണ് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയത്. തീ അണയ്ക്കാൻ വൻതോതിൽ വ്യോമകര മാർഗങ്ങളിലൂടെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അധികൃതർ ഊർജിതമാക്കിയിട്ടുണ്ട്. ഉപഗ്രഹ ചിത്രങ്ങൾ തീയുടെ ഭീകരത വ്യക്തമാക്കുന്നു. ജനവാസ മേഖലകളും സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളും സംരക്ഷിക്കാൻ അന്താരാഷ്ട്ര സംഘങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഉയർന്ന താപനിലയും ശക്തമായ കാറ്റും രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ആയിരക്കണക്കിന് ആളുകളെ ഇതിനകം വീടുകളിൽ നിന്ന് ഒഴിപ്പിച്ചു കഴിഞ്ഞു. പരിസ്ഥിതിക്ക് സംഭവിച്ച ആഘാതത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രാദേശിക ഭരണകൂടങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും കാട്ടുതീ തുടരുമോ എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. ഇത്തരം തീവ്ര കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് വിദഗ്ധർ പഠനം തുടരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ദൃഢമായി തുടരുക. കാസ്പിയൻ കടലിലെ സമുദ്ര ആക്രമണത്തെക്കുറിച്ചുള്ള ഇറാനിയൻ ഭീഷണികളെ യുക്രൈൻ ഔദ്യോഗികമായി തള്ളിക്കളഞ്ഞു. യുക്രൈനിലെ സംഘർഷവും മിഡിൽ ഈസ്റ്റിലെ പ്രാദേശിക സംഘർഷങ്ങളും തമ്മിൽ നേരിട്ടുള്ള തന്ത്രപരമായ ബന്ധമുണ്ടെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. കപ്പലുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ടെഹ്റാൻ രൂക്ഷമായാണ് പ്രതികരിച്ചത്. ഈ ആക്രമണം വെറുതെ വിടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. ഇതൊരു പ്രകോപനമാണെന്നും ശക്തമായ തിരിച്ചടി ആവശ്യമാണെന്നുമാണ് ഇറാൻ ഉദ്യോഗസ്ഥർ വാദിക്കുന്നത്. എന്നാൽ ആഗോള രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണിതെന്ന് യുക്രൈൻ അധികൃതർ ആരോപിച്ചു. ഈ രണ്ട് സംഘർഷ മേഖലകളും തമ്മിലുള്ള കൂട്ടിമുട്ടൽ പ്രാദേശിക ശക്തികൾ സമുദ്രാതിർത്തികളിൽ സ്വാധീനം ചെലുത്തുന്ന രീതിയിൽ വലിയൊരു വർധനവിന് വഴിവെച്ചിട്ടുണ്ടെന്ന് വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കപ്പലിലെ ചരക്കിനെക്കുറിച്ചും ദൗത്യത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ അന്വേഷണത്തിലാണെന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഈ ആക്രമണത്തെ ചുറ്റിപ്പറ്റിയുള്ള പ്രസ്താവനകൾ ആഗോളതലത്തിലെ വ്യത്യസ്ത സംഘർഷങ്ങൾ തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. നയതന്ത്ര ചർച്ചകൾ വഴിമുട്ടിയ സാഹചര്യത്തിൽ കാസ്പിയൻ മേഖലയിൽ സൈനിക തിരിച്ചടികൾ ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര സമൂഹം. ഇരുപക്ഷവും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തുടരുമ്പോഴും ഏകോപിതമായ തന്ത്രങ്ങൾ ഉണ്ടെന്നതിന് ഇതുവരെ വ്യക്തമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. ടെഡ്രതിനു വേണ്ടി റിപ്പോർട്ട്. ഫെബ്രുവരിയിൽ ഇറാൻ യുദ്ധം ആരംഭിച്ചതുമുതൽ 600-ലധികം അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട്. BBC പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം സൈനികർക്കിടയിലുള്ള മരണനിരക്കിലും പരിക്കുകളിലും വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഓപ്പറേഷൻ ഫ്യൂറിയിൽ പങ്കെടുത്തവർക്ക് പുറമെ ഓവർസീസ് ഓപ്പറേഷൻസ് എന്ന പുതിയ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയവരുടെ കണക്കുകൾ കൂടി ചേർത്താണ് ഈ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മേഖലയിൽ നടക്കുന്ന സംഘർഷങ്ങളുടെ വ്യാപ്തി വർദ്ധിച്ചുവരുന്നതിനാലാണ് പെന്റഗൺ ഇത്തരത്തിൽ പുതിയൊരു വിഭാഗം കൂടി ഉൾപ്പെടുത്തിയതെന്ന് വിലയിരുത്തപ്പെടുന്നു. പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ സൈനിക ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും നേരിട്ടുള്ള യുദ്ധമുഖത്തിന് പുറത്തുള്ള സംഭവങ്ങളെ കൂടി കണക്കിലെടുക്കുന്നതിനാലാണ് ഓവർസീസ് ഓപ്പറേഷൻസ് എന്ന വിഭാഗം ഉൾപ്പെടുത്തിയതെന്ന് വ്യക്തമാണ്. വിദേശത്ത് വിന്യസിച്ചിരിക്കുന്ന അമേരിക്കൻ സൈനികർക്ക് ഈ സൈനിക നടപടികൾ വലിയ ശാരീരിക ആഘാതമാണ് ഉണ്ടാക്കുന്നതെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സുതാര്യത ഉറപ്പാക്കുന്നതിനായി പ്രതിരോധ വകുപ്പ് ഇനിമുതൽ പ്രതിമാസം പരിക്കേറ്റവരുടെ കണക്കുകൾ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫീൽഡ് കമാൻഡർമാരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പരിശോധിച്ച ശേഷം വരും ആഴ്ചകളിൽ ഈ കണക്കുകളിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നും BBC റിപ്പോർട്ട് ചെയ്യുന്നു. കൂടുതൽ വാർത്തകൾക്കായി ദൃഢമായി തുടരുക. ഇന്നത്തെ പ്രധാന ആഗോള വാർത്തകളുടെ ഈ സ്ഥിരീകരിച്ച അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീണ്ടും കാണാം. പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപേ സ്ഥിരീകരിക്കുന്നത്